എല്ലാവർക്കും നല്ല നമസ്കാരം. ഇതാ ഓട്ടോറിക്ഷയുടെ തൊട്ട് താഴെ രണ്ട് ശൊങ്കന്മാർ കിടക്കണുണ്ട്. സംഭവം ഇന്നലെ രാത്രിയോടെ ഇവരെ കൊണ്ടിട്ടിരിക്കുന്നതാണ്. ഇത് ആരുടെയോ വീടുകളിൽ വളർത്തുന്ന നല്ല ഇനത്തിൽപ്പെട്ട നായ്ക്കളാണത്. പക്ഷേ ഈ നായ്ക്കളെ ഇന്നലെ രാത്രിയോടുകൂടി കൊണ്ടിട്ട് സ്ഥലം ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാതിക്കുളം നിറ്റ ജലാറ്റിംഗ് കമ്പനിയുടെ അടുത്താണ് ഈ കിടക്കുന്നത്. നമുക്കറിയാം, ഒരു ജീവിതകാലം മുഴുവൻ തൻ്റെ യജമാനു വേണ്ടി കുറച്ച് കാവലാളായിട്ട് നിന്ന അവസാനം അവറ്റങ്ങൾക്ക് വയസ്സാകുകയോ മറ്റു കാര്യങ്ങൾ വയ്യാണ്ടാവുകയോ ചെയ്യുമ്പോൾ കൊണ്ടുപോയി എവിടെയെങ്കിലും കൊണ്ട് തള്ള എന്നുള്ളൊരു പരിപാടി ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ പല സ്ഥലത്ത് നടക്കുന്നുണ്ട്. വളർത്തുന്ന നായ്ക്കളെ കൊണ്ടുപോയി എവിടെയെങ്കിലും നല്ല ഇനത്തിൽപ്പെട്ട നായ്ക്കളെ എവിടെയെങ്കിലും കൊണ്ടൊക്കെ കാട്ടിക്കളയും, അല്ല തോട്ടിൽ അവിടെ കൊണ്ടിടും. അല്ലെങ്കിൽ ചില നായ്ക്കളൊക്കെ മഴയത്ത് നനച്ച് കൊല്ലാൻ നോക്കുന്ന പരിപാടികൾ കാണാം. ഒരു വീഡിയോ ഞാൻ ചാലക്കുടിയിൽ ഇതുപോലെ ഒരു സ്ഥലത്ത് ഇട്ടിട്ട് അനിമൽ റെസ്ക്യൂ ടീമുകളും നായ് സ്നേഹികളും വന്ന് രക്ഷപ്പെടുത്തിയതാണ്. ഇപ്പോൾ അതേ ഈ രണ്ട് നായ്ക്കൾ ഇപ്പോൾ ഇവിടെയുള്ള നാട്ടുകാർ ചേർന്ന് ബിസ്ക്കറ്റൊക്കെ ഇട്ട് കൊടുത്ത് അവറ്റങ്ങൾ കുറച്ച് നേരം മുൻപ് ഇതിലെ പോകുന്ന ആളുകളൊക്കെ ഒരു അക്രമാസക്ത സ്വഭാവം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ വളരെ ശാന്തമാണ്. നാട്ടിലുള്ള ആൾക്കാർ അവർക്ക് ബിസ്ക്കറ്റൊക്കെ ഇട്ട് കൊടുത്ത് കിടത്തിയിരിക്കുകയാണ്. ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഞാൻ പറയുന്നത്, നമ്മൾ ഈ വളർത്തു നായ്ക്കളെ, നമ്മൾ വലിയ ഇനത്തിൽപ്പെട്ട നായ്ക്കളെ നമ്മൾ വളർത്തി വലുതാക്കി അതിൻ്റെ ഒരു പരിധി വരെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ കൊണ്ട് നടതള്ളാന്നുള്ള പരിപാടി കൊണ്ടു കിടക്കുന്നത് ശരിയല്ല. ഈ നാട്ടിൽ ഇതിന് നിയമവും സംഗതികളൊക്കെ ഉണ്ട്. ഇതാരുടെയാണെന്നൊക്കെ തിരിച്ചറിഞ്ഞ നിയമ നടപടികൾ സ്വീകരിക്കും. അതിനേക്കാളുപരി ഇതൊരു വളരെ ക്രൂരമായിട്ടുള്ളൊരു സംഗതിയാണ് ഈ കൊണ്ടുപോയി തള്ളാന്നുള്ള പരിപാടി. ഇപ്പോൾ രണ്ട് നായ്ക്കൾ ഇതേ ഇവിടെ ഈ കാതിക്കുളം നിറ്റ ജലാറ്റിംഗ് കമ്പനിയുടെ തൊട്ടടുത്ത് തന്നെ കിടക്കുന്നുണ്ട്. ഇവിടുത്തെ വാർഡ് മെമ്പർ അടക്കമുള്ള ആളുകൾ പഞ്ചായത്ത് സെക്രട്ടറിനെ കണ്ട് പരാതിയുമായിട്ട് പോയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ഏതെങ്കിലും നായ് സ്നേഹികൾക്ക് ഈ നായ്ക്കളെ ആവശ്യമുണ്ടെങ്കിൽ ബന്ധപ്പെടുക. നന്ദി, നമസ്കാരം. ഇന്ന് രാവിലെ തന്നെയാണ് എനിക്ക് ഒരു ഫോൺ കോൾ വന്നത്. ഇങ്ങനെ രണ്ട് പട്ടികൾ വന്ന് കൂടിയിട്ടുണ്ട്, ആൾക്കാർക്ക് ബുദ്ധിമുട്ടാണ്, കുട്ടികൾ സ്കൂളിൽ കൊണ്ടുപോകുന്നവർക്കും എല്ലാവർക്കും ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചിരുന്നു. അതനുസരിച്ച് രാവിലെ പിന്നെ വേറൊരു ചേച്ചിയും വിളിച്ചു. രണ്ടുപേരും എന്നോട് പരാതി പറഞ്ഞു. ഞാൻ ഇവിടെ വന്ന് നോക്കുമ്പോൾ ഇവിടെ എൻ്റെ കൂടെയുള്ള നാട്ടുകാരെല്ലാവരും കൂടിയാണ് ഞങ്ങൾ വന്ന് നോക്കുമ്പോൾ ഈ വീടിൻ്റെ ഫ്രണ്ടിൽ ഈ രണ്ട് ഇത് കിടക്കുകയാണ്. അപ്പോൾ എന്തായാലും റോട്ടിൽ നിന്ന് നീങ്ങി അവർ ഭക്ഷണം എന്തെങ്കിലും കൊടുത്തിട്ടാണ്, ബിസ്ക്കറ്റൊക്കെ കൊടുത്ത് റോട്ടിൽ നിന്ന് നീക്കിയായിരുന്നു. റോഡിൻ്റെ സൈഡിലായിരുന്നു. അപ്പോൾ ഒരു അപകടം ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ് അവർ റോഡിൻ്റെ അടുത്ത് നിന്ന് നീക്കി ഇങ്ങോട്ട് മാറ്റിയത്. തുടർന്ന് ഞാൻ പഞ്ചായത്തിലേക്ക് ഒരു പരാതി വയ്ക്കാമെന്ന് വെച്ചു. അതുപോലെ ഡോസ്കോണിൻ്റെ ഒന്ന് നമ്മളൊരു ടീമിനെ വിളിച്ച് ചോദിച്ചപ്പോൾ അവർ പൈസ ഒക്കെ പറഞ്ഞപ്പോൾ നമ്മൾ സെക്രട്ടറിയോട് സംസാരിച്ച് എന്തെങ്കിലും ചെയ്യാമെന്ന് നിൽക്കുമ്പോഴാണ് ഇവിടുന്ന് ഈ ഒരു കോൾ വന്നത്. ഇപ്പോൾ അവർ കൊണ്ടുപോയാൽ തന്നെ മറ്റൊരു ടീം കൊണ്ടുപോയാൽ സംരക്ഷണം ഉണ്ടാവില്ല. അവർ ആ ഒരു രീതി പാടില്ലല്ലോ എന്ന് ഓർത്ത് നിൽക്കുമ്പോഴാണ് നിങ്ങളിൽ നിന്നൊരു സഹായം കിട്ടിയേക്കുന്നത്. ഇത് വളരെ ഒരു ഉപകാരമാണ്. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഇത്രയും നാളും ഓമനിച്ച് വളർത്തിക്കൊണ്ട് നാളെ ഒരു ദിവസം കൊണ്ടുവന്ന് പുറത്ത് കൊണ്ടുവന്ന് തള്ളുക എന്നുള്ള രീതി സമൂഹത്തിൽ കണ്ടുവരുന്നു. ഇത് ഒഴിവാക്കാൻ എന്തെങ്കിലും ഒരു നടപടി നമ്മുടെ ഏതെങ്കിലും രീതിയിൽ നടപ്പിലാക്കണം. കാരണം ഇത്രയോ നാൾ ഓമനിച്ച് ഭക്ഷണം എല്ലാം കൊടുത്തിട്ട് ഇവർക്ക് സ്വന്തമായിട്ട് നമ്മൾ മറ്റു വീടുകളിൽ വളർത്തുന്ന നായകളെ പോലെ തന്നെ കണ്ടുപിടിക്കാനോ അല്ലെങ്കിൽ വെള്ളമെടുത്ത് കിടക്കുന്ന വേസ്റ്റുമായിട്ട് കളയുന്ന സാധനം കഴിച്ചൊന്നും ശീലമില്ലാത്തതായിരിക്കുക. അപ്പോൾ വെറുതെ പട്ടിണി കിടന്ന് ചത്തുപോകുന്ന ഒരവസ്ഥ ഉണ്ടാവാണ്ട് തുടർന്ന് ഇതുപോലുള്ള ശീലം സമൂഹത്തിൽ നിന്ന് മാറ്റാനുള്ള ഒരു മനസ്ഥിതി എല്ലാവരും കാണിക്കണമെന്നുകൂടി